Hi everyone, welcome to another video of mine. My name is ലിജ ജോൺ. ഞാൻ ഇന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നടന്ന ഒരു കഥ പറയാം. പണ്ട് 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 ഒരു ആഫ്രിക്കൻ രാജ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് ഭയങ്കര മണ്ടനായിരുന്നു. മാത്രമല്ല ഇയാൾക്ക് ഒരുപാട് സ്വത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ അനാവശ്യമായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളുടെ ലൈഫൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് രാജ്യമൊക്കെ ഭരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇയാൾക്ക് രാത്രി കിടന്നുറങ്ങിയപ്പം ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ആഗ്രഹം തോന്നി. പിറ്റേ ദിവസം തന്നെ ഇയാൾ അതിരാവിലെ തൻ്റെ കൊട്ടാരത്തിലെത്തിയിട്ട് ഒരു വിളംബരം നടത്താണ്. ഈ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കൊല്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിമകൾ ശില്പമൊക്കെ ഉണ്ടാക്കുന്ന ആളിനെ കൊട്ടാരത്തിലേക്ക് ഹാജരാക്കാൻ വേണ്ടി. അങ്ങനെ കൊട്ടാരത്തിൽ ആ നാട്ടിലെ ആ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കൊല്ലനെ കൊട്ടാരത്തിലെ ഭടന്മാർ കൊണ്ടുവരുവാണ്. എന്നിട്ട് രാജാവ് തൻ്റെ പൊട്ടൻ ഐഡിയ അദ്ദേഹത്തോട് പറയുവാണ്, നീ ഇരുമ്പ് കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കണം. ഇത് കേട്ടപ്പോൾ ഇയാളാകെ പടിഞ്ഞെട്ടിപ്പോയി. എന്നിട്ട് ആലോചിച്ചു, ഇരുമ്പ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാം, ശരി. എന്നിട്ടാണ് രാജാവിൻ്റെ അടുത്ത ആഗ്രഹം, ആ മനുഷ്യന് നീ ജീവനും കൊടുക്കണം. അപ്പം ഇയാൾ ആലോചിച്ചു, രാജാവിന് വട്ടാണോ എന്ന് മനസ്സിലാലോചിച്ചു. പുറത്ത് പറഞ്ഞില്ല, പുറത്ത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ രാജാവ് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ഇരുമ്പ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കണം, എന്നിട്ട് ആ മനുഷ്യന് നീ ജീവൻ കൊടുക്കണം, ഇല്ലെങ്കിൽ നിന്റെ കഴുത്തിന് മുകളിൽ തല കാണത്തില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേന് ആ പാവം പിടിച്ച മനുഷ്യൻ ആകപ്പാടെ പേടിച്ചു പോയി. അയ്യോ, എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ മനുഷ്യന് ജീവൻ കൊടുക്കുന്നത്? ഇരുമ്പ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാം, പക്ഷെ മനുഷ്യൻ എങ്ങനെ ജീവൻ കൊടുക്കും? ഇതൊക്കെ ആലോചിച്ച് ആ പാവം ഇങ്ങനെ വിഷമിച്ചു. എന്നിട്ട് രാജാവ് അവനോട് പറഞ്ഞു, ഇന്ന് തന്നെ നീ നിന്റെ ജോലി ആരംഭിക്കണം. നിനക്ക് എന്തെങ്കിലും വേണം, അതിന് വേണ്ട സാധനങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാവം പിടിച്ച മനുഷ്യൻ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇറങ്ങി. എന്ത് ചെയ്യും, ജീവിക്കണ്ടേ, എന്ത് വന്നാലും തല പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് ജീവിക്കണം എന്നൊരു തീരുമാനം അയാൾ എടുത്തു. അങ്ങനെ ഇയാൾ ആ നാട്ടിലുള്ള അയാൾക്ക് പരിചയമുള്ള സകല ആൾക്കാരോടും ഒരു ഐഡിയ ചോദിക്കുവാണ്, എന്ത് ചെയ്യും, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതിന് എന്താണ് പരിഹാരം. അയാൾക്കറിയാം എന്തായാലും ഇരുമ്പ് കൊണ്ട് അയാൾ ഉണ്ടാക്കുന്ന മനുഷ്യന് അയാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പേരോട് ചോദിക്കുന്നവർക്ക് ആർക്കും ഇതിനൊരു റെമഡി ഇല്ല. എല്ലാവരും പാവം, ആ മനുഷ്യൻ എത്രയും പെട്ടെന്ന് തട്ടിപ്പോവും, അവൻ്റെ തല രാജാവ് എടുക്കും എന്നൊക്കെ സിമ്പതിയോടുകൂടി ഇങ്ങനെ മനസ്സിലും പരസ്പരമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പം ഇയാളുടെ ഒരു ഫ്രണ്ടുണ്ട്. ഈ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ രാജാവിനെ പോലെ തന്നെ കുറച്ച് വട്ടമുള്ള ഒരുത്തനാണ്. അത് കാരണം ഇയാളോട് അങ്ങനെ ആൾക്കാർ വലിയ കമ്പനിയൊന്നുമില്ല. ഈ പറഞ്ഞ ഈ ആളും ഈ ഫ്രണ്ടിനോട് വലിയ കമ്പനിയൊന്നുമില്ല, ഒരു പൊട്ടനായതുകൊണ്ട്. അപ്പം എല്ലാ മനുഷ്യരോടും ഐഡിയ ചോദിച്ചു. ഇനി ഇയാൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ പിന്നെ അവരോടും കൂടെ ചോദിച്ചേക്കാം, എന്തായാലും ചാകും, അതിനു മുന്നേ അവൻ്റെ ഒരു ഐഡിയയും കൂടെ കേൾക്കാമല്ലോ, അവൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ. അങ്ങനെ ചോദിച്ചു. രാജാവിനെ പോലെ തന്നെ മറ്റൊരു വട്ടനല്ലേ, അപ്പോൾ ഒരു വട്ടന് വേറൊരു വട്ടൻ. അങ്ങനെ വിചാരിച്ചു. ഇയാൾ അയാളോട് ചെന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ രാജാവിൻ്റെ അടുക്ക് ചെന്നിട്ട് നിനക്ക് ആ ശില്പം ഉണ്ടാക്കാം, മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കാം എന്ന് നീ പറയണം. എന്നിട്ട് ഒരു കണ്ടീഷൻ അങ്ങോട്ട് വെക്കണം. അപ്പോൾ ചോദിച്ചാൽ എന്ത് കണ്ടീഷൻ? അത് പറയാം. നീ രാജാവിനോട് പറയണം, ഈ ശില്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് ജീവൻ വെക്കണമെങ്കിൽ 2 മരുന്ന് ആവശ്യമുണ്ട്. ആ മരുന്നുണ്ടെങ്കിൽ മാത്രമേ ജീവൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് എനിക്ക് ആ മരുന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ രാജാവ് സംഘടിപ്പിച്ചു തരണം. ഞാനൊരു പാവം പിടിച്ച കൊല്ലനല്ലേ, എനിക്കതൊന്നും സംഘടിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങാണെങ്കിൽ ഈ മഹാരാജ്യത്തെ മഹാരാജാവാണ്, അപ്പം അങ്ങ് വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ സൂപ്പിക്കാം. അപ്പം രാജാവ് അത് ചെയ്യാമെന്ന് നിൽക്കും. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒന്നാമത്തത്, മനുഷ്യരുടെ തലമുടിയില്ലേ, മനുഷ്യരുടെ തലമുടി വടിച്ചിട്ട് ആ മുടി കരിക്കണം. ആ കരി ഒരു 10,000 കഴുത വണ്ടി നിറച്ച് വേണം. ഇതാണ് ഒന്നാമത്തെ മരുന്ന്. അതായത് മനുഷ്യരുടെ തലമുടി വടിച്ചിട്ട് അത് കരിച്ചിട്ട് ആ കിട്ടുന്ന കരി 10,000 കഴുത വണ്ടി നിറച്ചും വേണം. ഇനി രണ്ടാമത്തെ മരുന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ തലമുടി വടിച്ച മനുഷ്യരുണ്ടല്ലോ, ഇവർ കരയുന്ന കണ്ണുനീര് 10,000 കുടം നിറച്ച് വേണം. ഇതാണ് രണ്ടാമത്തെ മരുന്ന്. ഈ 2 മരുന്നും രാജാവ് എനിക്ക് സംഘടിപ്പിച്ച് തന്നാൽ എനിക്ക് ഈ മനുഷ്യന് ജീവൻ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ കൊല്ലന് ഭയങ്കര സന്തോഷം. കൊള്ളാമല്ലോ, നൈസ് ഐഡിയ, ഇതെന്തായാലും വർക്കാവുമെന്ന് അയാൾക്ക് തോന്നി. ഇയാൾ രാജാവിൻ്റെ അടുക്ക് ചെന്നിട്ട് കാര്യം പറഞ്ഞു. ഈ മണ്ടൻ രാജാവ് എന്ത് ചെയ്തു, ശരി നീ വിഷമിക്കണ്ട, അത് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിടുകയാണ്. രാജാവും ഇറങ്ങിത്തിരിക്കുകയാണ് ആ 2 മരുന്നിന് വേണ്ടി.
അങ്ങനെ രാജാവ് തൻ്റെ ജീവിതകാലം മുഴുവൻ ആ 2 കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൊല്ലന് മനസ്സിലായി ഇനി തൻ്റെ തല പോകത്തില്ല, ജീവനുള്ള കാലം മുഴുവൻ തനിക്ക് സുഖമായിട്ട് കഴിയാം. രാജാവിൻ്റെ മരണഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ പിന്നെ ജീവിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു കഥയിലൂടെ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമുക്ക് ചിലപ്പം ലൈഫിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാകുന്ന പല ഐഡിയാസും കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ ചിന്തിക്കാതെ പല വഴികളിലൂടെ ചിന്തിക്കണം. കൺവെൻഷണൽ മെത്തേഡ്സിലൂടെ ചിന്തിക്കാം, അതുപോലെ തന്നെ മാറുന്ന കാലത്തിനനുസരിച്ച് മാറുന്ന രീതിയിലൂടെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഓരോ ചലഞ്ചസിനെയും പ്രോബ്ലംസിനെയും പല രീതികളിലൂടെ ചിന്തിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് കണ്ടുപിടിച്ചിട്ട് നല്ല സൊല്യൂഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റട്ടെ.